ഹായ് ഹലോ, എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വീണ്ടും ഒരു അടിപൊളി ടിപ്പായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുള്ളത്. എന്താണ് നമുക്ക് കാണാൻ കേട്ടോ. ടിപ്പയുടെ പുറത്ത് എന്തൊക്കെയോ പറയുകയായിരുന്നു, എന്തൊക്കെയോ അവിടെ ഇവിടെയൊക്കെ വീഴുന്ന കേട്ടോ. അപ്പോൾ നമ്മുടെ കുക്കുമർ കാണാൻ പറ്റുന്നുണ്ടോ? കുക്കുമറും തക്കാളി പാചകം ചെയ്യേണ്ട പച്ചക്കറിയെല്ലാം ഞാനെടുത്ത് പാചകം ചെയ്യേണ്ട പച്ചക്കറിയൊക്കെ എടുത്ത് ഞാൻ മുഖത്തും ബോഡിയിലൊക്കെ തേക്കുന്നുണ്ട്. ആദ്യം ബോഡിയൊക്കെ വെളുത്തതിന് ശേഷം മതി ബാക്കി പരിപാടി. അപ്പം ഞാനിപ്പോൾ ഇന്ന് എടുത്തിട്ടുള്ളത് കുക്കുമർ വെച്ചിട്ടൊരു സംഭവം. തക്കാളിയും കുക്കുമറും അതിൻ്റെ കൂടെ ഒരു വേറൊരു ആളിനെയും കൂടെ ചേർക്കണം. അപ്പം ഞാൻ ഇത് രണ്ടായിട്ട് എടുക്കുന്നില്ല. ഇതിൻ്റെ ജ്യൂസേ രണ്ടായിട്ട് എടുക്കുന്നില്ല, ഒന്നായിട്ട് എടുക്കാം. എന്തായാലും നമ്മൾ രണ്ടായിട്ട് എടുത്തുകൊണ്ട് വന്നാലും പിന്നെ ഇത് ഒന്നായിട്ട് തന്നെ ചേർക്കണം. കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. എത്രത്തോളം നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന അറിയണം. പകുതി തക്കാളി എടുക്കുന്നുണ്ട്, പകുതി മതി. രണ്ട് ഒരുമിച്ചെടുക്കുന്നുണ്ട്. ഇതിനെല്ലാം കൂടെ ഞാൻ മിക്സിയുടെ ജാറിലിട്ട് ഒരുമിച്ചിട്ട് അരച്ചെടുത്തുകൊണ്ട് വരട്ടെ. ഒരുമിച്ചെടുത്ത് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുത്തുകൊണ്ട് വരാം. വീഡിയോ നീളം കൂട്ടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. അപ്പോൾ ഞാനിത് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുത്തുകൊണ്ട് വരാം. എന്നിട്ട് നമുക്ക് പാക്കലാം. ഓക്കെ, അപ്പം ഞാൻ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഈ സംഭവം അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് അരച്ചെടുക്കാം. വീഡിയോ കാണാൻ പറ്റുമോ എന്നാണ് എനിക്കൊരു ഡൗട്ട് കേട്ടോ. നമ്മൾ കഷ്ടപ്പെട്ട് വീഡിയോ എടുത്തിട്ട് നിങ്ങളുടെ മുന്നിൽ അത് എത്തിയില്ലെങ്കിൽ പിന്നെ. അപ്പം ഞാൻ തക്കാളിയും കുക്കുമറും കൂടെ ഒരുമിച്ചിട്ട് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് അരിച്ചെടുക്കാം. അതിൻ്റെ മതി. ജെല്ലാണോ? അതിൻ്റെ ചാറ് മതി. ജെല്ലല്ല, ചാറ്. സോറി, നിങ്ങളൊന്ന് ക്ഷമിക്കുക കേട്ടോ. നമ്മൾ പറയുന്നതിൽ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പം നമുക്കിതിനെ കുറച്ച് ചെറിയ ബൗളായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുക്കുന്നത്. എന്തെന്നറിയാമോ, അത് എല്ലാം കൂടെ നമ്മൾ എടുത്തിട്ട് കളഞ്ഞു പോകുകയാണെങ്കിൽ. അപ്പം നമ്മൾ ചിലർ വീഡിയോയിൽ കാണിക്കും കേട്ടോ, കുക്കുമർ പ്രത്യേകം, തക്കാളി പ്രത്യേകം ആയിട്ട് അതിൻ്റെ നീരിനെ എടുക്കും. പക്ഷെ നമ്മൾ എന്തായാലും ഇത് രണ്ടും ഒരുമിച്ചാണ് ചേർക്കുന്നത്. നമ്മൾ എങ്ങനെ രണ്ടാക്കി എടുത്താലും സെപ്പറേറ്റ് അതിനെ മിക്സിയിൽ അടിച്ച് നമ്മളതിൻ്റെ നീരെടുത്താലും ഇത് എല്ലാം കൂടെ ഒരുമിച്ച് ചേരേണ്ട സംഭവമാണ്. അപ്പം ഞാൻ എന്തെന്നറിയാമോ, എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒരുമിച്ച് അരച്ചെടുത്തിട്ടുണ്ട്. നിങ്ങളൊക്കെ ഇതുപോലെ ചെയ്ത് നോക്കണം കേട്ടോ. ഇപ്പം ഞാൻ 2 ദിവസം കൊണ്ട് ഉഴപ്പലാണ് കേട്ടോ. നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം. 2-3 ദിവസം കൊണ്ട്, ഞാൻ ഒരാഴ്ച കൊണ്ടേ ഉഴപ്പലാണ് കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന. ഞാനിപ്പോൾ അത് കൃത്യനിഷ്ഠയില്ല. അപ്പോഴത്തേക്ക് എൻ്റെ സ്കിന്നൊക്കെ കറക്കാൻ തുടങ്ങി. ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, നമ്മൾ വെയിലത്ത് പണിയെടുക്കുന്നത് കൊണ്ട് നമ്മൾ നെറ്റി വിട്ടില്ലെങ്കിൽ പ്രശ്നമാണ്. 1 ദിവസം 2 ദിവസം ഇട്ടിട്ടൊന്നും കാര്യമില്ല. നിത്യവും ചെയ്യണം. ഇല്ലെങ്കിൽ നമ്മൾ ഒരു ദിവസം ചെയ്ത ഫലം പോലും ഇല്ലാണ്ടാവും. വീഡിയോ കഴിഞ്ഞപ്പോൾ എത്ര മിനിറ്റ് കയറി പോകണമെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. ഡോറൊക്കെ തുറന്നു കിടക്കുന്നതുകൊണ്ട് പുറത്തെ ഒച്ചപ്പാടൊക്കെ വരും കേട്ടോ. വോയിസ് ഓവർ കൊടുക്കാൻ മടിച്ചിട്ടാണ് ഈ കഷ്ടപ്പാട് കേട്ടോ. നമ്മൾ കാണിക്കുന്നത്. അപ്പം ഞാനതെല്ലാം ശരിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാം കണ്ടോ, നീര് കാണാൻ പറ്റുന്നുണ്ട്. ഇത് തന്നെ ഇപ്പോൾ ഒരു ബൗളുണ്ട്. അപ്പം ഞാനിതിനെ കുറച്ച് കടലമാവ് എടുത്തിട്ടുണ്ട്. അപ്പം ഞാനിത് കുറേശ്ശെ ഒഴിച്ച് കടലമാവിലോട്ട് മിക്സ് ആക്കുന്നുണ്ട്. കടലമാവിലോട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക.
വീഡിയോയ്ക്ക് ലെന്ത് കൂടണമെന്തോ, കൂടുന്നെങ്കിൽ കൂടട്ടെ. ഇപ്പം തന്നെ നമുക്ക് ഇത്രയും ഇതിൻ്റെ ആവശ്യമുള്ള കേട്ടോ. ബാക്കി ഞാനെടുത്ത് അടച്ചു വെച്ചിട്ട് നാളെ എടുക്കാം. നാളെ നമുക്ക് വേറെ സംഭവമായിട്ട് ഇതിന് ഞാൻ ഇതുണ്ടല്ല, നമുക്കൊരു ചെറിയ ബോട്ടിലാക്കി അടച്ച് വെക്കാം. അടച്ച് ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ട് നാളെ ചിലപ്പം അടുത്തൊരു സംഭവമായിട്ട് എത്തുന്നതായിരിക്കും. ഇതിപ്പോൾ ഇത് മതി കേട്ടോ, ഇത്രയും മതി. എൻ്റെ ആവശ്യത്തിനുള്ളതുണ്ട്. അപ്പം ഞാനിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യട്ടെ. എന്നിട്ട് മുഖത്ത് അപ്ലൈ ചെയ്യുന്നതും കൂടെ കാണിക്കാം. മുഖം വെളുക്കാനായാലും കറുത്ത പാട് മാറാനായാലും കരിമങ്ങല്യം മാറാനായാലും അടിപൊളി സംഭവമാണ്. നിത്യവും നമ്മൾ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത്. വെളുക്കാൻ ആഗ്രഹമുള്ളവരൊക്കെ നമ്മുടെ വീഡിയോ കാണുക, ഇല്ലാത്തവരൊക്കെ സ്കിപ്പ് ചെയ്ത് പോവുക. വെളുപ്പ് ഇഷ്ടമില്ലാത്ത ആരാ ഉള്ളത് അല്ലേ? വെളുപ്പിൽ ഇഷ്ടമില്ലാത്ത ആരാ ഉള്ളത്? അപ്പോൾ നമുക്ക് ഇത് മുഖത്തോട്ട് അപ്ലൈ ചെയ്യാം. മുഖത്ത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് കാണാം. അതിന് മുന്നേ ഞാൻ ഇതൊക്കെ എടുത്ത് ഫ്രിഡ്ജിലോട്ട് സെറ്റ് ചെയ്ത് വെച്ച് ഇതിനെയൊക്കെ കൊണ്ടവിടെ വച്ചിട്ട് വരാം കേട്ടോ. എത്ര മിനിറ്റ് ആവുമെന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും നമുക്കത് മുഖത്ത് അപ്ലൈ ചെയ്യുന്നതും കൂടെ കാണാം. അപ്പം ഞാൻ ഫേസൊക്കെ കഴുകി വന്നിട്ടുണ്ട്. അപ്പം നമുക്കിനി മുഖത്തിട്ട് കൊടുക്കാം കേട്ടോ. മുഖത്തിടണതിൻ്റെ കൂടെ കയ്യിലിടാം. അപ്പോൾ കയ്യിലെ വളയും കഴുത്തിലെ മാലയും ഒക്കെ നമുക്ക് ഊരി മാറ്റാം. ഇപ്പോൾ കുറച്ചുകൊണ്ട് ഇത്തിരി ഉഴപ്പൽ കൂടുതലാണ് കേട്ടോ. ഇടാൻ മടിയാണ്. അപ്പോൾ എന്തായാലും ഞാൻ ഇടുന്നതേ കാണിക്കുന്നുള്ളൂ. കഴുകുന്നതൊക്കെ നിങ്ങളെപ്പോഴും കാണുന്നതാണല്ലോ. സമയം കളയാതിരിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ഞാൻ ഇടുന്നുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്യണം കേട്ടോ. ചേച്ചിക്കാണെങ്കിൽ ഇപ്പോൾ ചെയ്ത് മടിയാണ്. കൃത്യനിഷ്ഠയായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ചേച്ചി ഇപ്പോൾ ഒരാഴ്ച കൊണ്ട് ഉഴപ്പലുണ്ട്. കണ്ട, വെയിലൊക്കെ നിത്യവും കൊള്ളുന്നതുകൊണ്ടേ, വെയിൽ നിത്യവും കൊള്ളുന്നതുകൊണ്ട് നമ്മളിതൊക്കെ ചെയ്തില്ലെങ്കിൽ നമ്മൾ ഇടുന്ന ഫലവും കൂടെ പോവും. 5 ദിവസം ചാടിക്കൊണ്ട് നിന്നു, നിത്യം ചെയ്തുകൊണ്ട് നിന്നു. അപ്പോൾ നിങ്ങളിതുപോലെയൊക്കെ ഒന്ന് ചെയ്യണം കേട്ടോ. നിങ്ങളാരും മടിക്കരുത്. മടിച്ചാൽ പിന്നെ നമ്മൾ ചെയ്യണതിന് യാതൊരു ഫലവുമില്ല. കാർക്കൂന്തൽ അഴിഞ്ഞ് വീഴുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ കൈ കഴുകിയിട്ട് വരേണ്ടി വരും തോന്നുന്നു. കാർക്കൂന്തലൊക്കെ അഴിഞ്ഞ് വീണു. ഡോറ് തുറന്നിട്ടിട്ട് ഞാനിപ്പം രാത്രിയാണിത് ചെയ്യുന്നത് കേട്ടോ. മടിച്ചിരുന്നിട്ട് ഞാൻ വിചാരിച്ച് ചെയ്യാതിരുന്നാൽ ശരിയാവില്ല. നിങ്ങളെ മുന്നിൽ വീഡിയോ എത്തിക്കുന്നതുകൊണ്ടാണ് ഞാനിത് കറക്റ്റായി ചെയ്യുന്നത്. എൻ്റെ ഒരു ആഴ്ച കൊണ്ട് വീഡിയോയും പെൻഡിങ്ങാണ്, എനിക്കും മടിയാണ്. അപ്പം മറ്റേ ജെല്ലെടുത്ത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അത് നാളെ നമുക്ക് അടുത്തൊരു സംഭവമായിട്ട് വരാം. കാർക്കൂന്തൽ കെട്ടിനെന്തിന് വാസനത്തൈലം എൻ്റെ വാർമോടെ നെറ്റിക്കെന്തിന്. എൻ്റെ കാർക്കൂന്തൽ അഴിഞ്ഞ് വീണ് കേട്ടോ. അപ്പം എനിക്ക് കഴുത്തിലും ഇത് കയ്യിലൊക്കെ ഇടണം. അപ്പം ഞാൻ ഇത് കഴിഞ്ഞതിന് ശേഷം തലമുടിയെ കെട്ടി വെച്ചിട്ടിടാം. പിള്ളേരെ ഒച്ചപ്പാടൊക്കെ കേൾക്കും കേട്ടോ. തൊട്ടടുത്തടുത്ത് വീടുകളായതുകൊണ്ടേ ഞങ്ങൾ കേൾക്കാൻ പറ്റും. ഞാൻ ഡോറും അടച്ചിട്ടിട്ടില്ല. റൂമിലല്ല ഇരിക്കുന്ന ഹാളിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഒച്ചപ്പാടും ബഹളവും ഒക്കെ കേൾക്കും. റോഡിലൂടെ വണ്ടി പോകുന്ന ഒച്ചപ്പാടും കണ്ണിലിട്ടാലേ കണ്ണിൽ കൂടെ ചാറിറങ്ങും. അതുകൊണ്ട് കണ്ണിൻ്റെ മേലെ ഇടാനും ഒരു മടിയാണ്. അപ്പോൾ എന്തായാലും ഞാൻ കഴുത്തിലൊക്കെ ഇടുന്നത് കാണിക്കാൻ. ഞാൻ എന്തായാലും ഹെയർ കെട്ടി വെക്കിട്ടില്ലെങ്കിൽ ഉണ്ടല്ലോ, ഹെയർ കെട്ടി വെച്ചിട്ടിടാം. അഴിഞ്ഞ് കിടക്കുന്നുണ്ടോ? അപ്പോൾ എന്തായാലും നമ്മളെ വീഡിയോ എല്ലാവരും കാണുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ എനർജിയും പവറും. അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല. അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ടാറ്റാ, ബൈ.